ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തിയ അമേരിക്ക. തെക്കൻ ഇറാനിലെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, വീണ്ടും അമേരിക്ക ഈ ഒരു ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. തെക്കൻ ഇറാനിലാണ് ഇത്തരത്തിൽ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇപ്പോൾ ഈ ഒരു സമാധാന കരാർ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് ഏപ്രിൽ 8-ന് വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഇപ്പോൾ ഒരു ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നത്. എന്തായാലും തെക്കൻ ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ മൈൻ സ്ഥാപിക്കുന്ന കപ്പലുകളിലുമാണ് US സൈന്യം ആക്രമിച്ചതായി പറയുന്നത്. എന്തായാലും ആ ഒരു കാര്യം ആക്രമണം നടത്തിയതായി ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആക്രമണം പ്രതിരോധ നടപടിയുടെ ഭാഗമായാണെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമാധാന കരാർ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനായി ഉന്നത ഉദ്യോഗസ്ഥരടക്കം മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു സമാധാന ചർച്ചയുടെ നടപടിയുടെ ഭാഗമായി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പാർലമെന്റ് സ്പീക്കർ അടക്കം ഖത്തറിൽ പോയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, അതായത് ഒരു ലോകത്തിന് നല്ല വാർത്ത വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം US നടത്തും, അല്ലെങ്കിൽ US ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാന പ്രഖ്യാപനം നടത്തും എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെ ഈ മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതായി വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം പ്രതിരോധ നടപടിയുടെ ഭാഗമായാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ ഒരു തന്ത്രപ്രധാന മേഖലയിലും ഈ ഒരു സ്ഫോടന ശബ്ദം കേട്ടതായുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഒമാൻ ഉൾക്കടലിനോടും ഹോർമൂസ് കടലെടുക്കിനോടും ചേർന്നുള്ള തീരദേശ നഗരങ്ങളായ സിറിക്, ജാസ്ക് എന്നിവിടങ്ങളിലും ഇതുപോലെ സ്ഫോടന ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന തുറമുഖ നഗരത്തിലും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടതായുള്ള ഒരു കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IRGC ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഫോടനത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ആക്രമണത്തിൻ്റെ കാരണം എന്നുള്ളതൊരു വ്യക്തമല്ല. എന്തായാലും ഇത്തരത്തിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക പറയുന്നുണ്ട്. തങ്ങളുടെ പ്രതിരോധ നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഈ ഒരു ആക്രമണം, ഈ ഒരു വെടിനിർത്തൽ കരാർ ഏപ്രിൽ 8-നാണ് വെടിനിർത്തൽ കരാർ തുടങ്ങിയത്. ആ ഒരു വെടിനിർത്തൽ കരാറിനും അതുപോലെ തന്നെ സമാധാന ചർച്ചയ്ക്കും ഈ ഒരു ആക്രമണം ബാധിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം സമാധാന ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം, ഈ ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും നടപടി, അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി ആശങ്കയിലുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം തുടർന്നതോടെ മറ്റ് രാജ്യങ്ങളും ആശങ്കയിൽ തന്നെയാണ്. കാരണം ഇന്ധന വില വർദ്ധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കയിൽ. അത് ഇന്ത്യയിലടക്കം ബാധിക്കുകയാണ്. ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം തീർന്നതോടുകൂടിയായിരിക്കും ഇന്ധന വിലയിലൊക്കെ ഒരു കുറവുണ്ടാവുക. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ജനങ്ങൾ ആശങ്കയിലാണ്. ദീപ്തി, ശരി. എന്തായാലും ഈ ഒരു US ഇറാൻ സംഘർഷത്തിൽ ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള നിരവധി ഇടങ്ങളിൽ സ്ഫോടനം ശബ്ദം കേട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.